ഹായ് ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മത്തങ്ങയായിട്ട് വന്നേക്കാണ്. ഇത് ഒരു 300 ഗ്രാമോളം മത്തങ്ങയുണ്ട്. വലിയ കഷ്ണമായിട്ട് മുറിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ, അതക്കാച്ചി കഷ്ണം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ്, പിന്നെ ഒരു 3-4 പച്ചമുളകുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി അല്ലേ അത് ഒരെണ്ണം എടുത്തു, ചെറുതാണെങ്കിൽ 2 എടുക്കാം. പിന്നെ ഞാൻ മസാലയുടെ എല്ലാം ഉണ്ട്, അതായത് ഓരോ കഷ്ണം വീതം. ഒരു ചെറിയ കഷ്ണം, പിന്നെ പട്ടയുടെ കഷ്ണമുണ്ട്, ഒരു ഗ്രാമ്പു, ഒരു ഏലക്ക, പിന്നെ ഒരല്പം നമ്മുടെ ജാതിക്കയുടെ കുറച്ചൊന്ന് ചീവി ഇട്ടിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം, ചെറുതായിട്ട് ഇട്ടിരിക്കുന്നത് കാണാൻ പറ്റുമെന്നറിയില്ല. പിന്നെ ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയുണ്ട്. നമുക്കിതുകൊണ്ട് നല്ല അടിപൊളി സൂപ്പർ കറി ഉണ്ടാക്കാൻ പോവാണ് ഞാൻ. ചട്ടി ഇടപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട് ചീനിച്ചട്ടി. ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. ഇനി നമുക്ക് അതിലേക്ക് മത്തങ്ങ അരിഞ്ഞ്, വലിയ കഷ്ണമായിട്ട് അരിഞ്ഞിട്ട് മത്തങ്ങ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാൻ പോവാണ്. മത്തങ്ങയുടെ കുരുവും അതിൻ്റെ കുടലും ഒക്കെ കിടപ്പുണ്ട്, കുടലും പണ്ടം എല്ലാം ഉണ്ട്, അപ്പോൾ ഒന്നും കളഞ്ഞിട്ടില്ല. മൂടി വയ്ക്കാം. നമുക്ക് നോക്കാം, ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട് വാടി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരുന്ന ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഉണ്ട്, അതെല്ലാം കൂടെ ഞാൻ ഇതിലോട്ടിടുക. ചതച്ചു, അതൊന്ന് ചതച്ചിട്ടു. ഇനി നമ്മൾ ഇതിലേക്ക് എടുത്ത് വെച്ചിരുന്ന മസാല കൂട്ടുണ്ടല്ലോ, അതും ഇട്ടെടുത്തു. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരല്പം ഉപ്പ് ഞാനിട്ടു. നമുക്കെന്നിട്ട് നോക്കണം ഉപ്പ് മതി, ഓരോരുത്തർക്കും ഓരളവിലായിരിക്കും ഇത് ഉപ്പ്. ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുത്തു. നമുക്കിത് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് മൂടി വയ്ക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതൊന്നും കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചാലിച്ച് വയ്ക്കാറുണ്ട്. ഈ വെള്ളം ഒഴിക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു അളവ് പറയാൻ നോക്കുക, നമുക്കിതിലോട്ട് ഒഴിക്കാനുള്ളതാണ്, അത് നമുക്ക് ഒഴിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ ചാലിച്ച് വെച്ചിരിക്കുകയാണ്, അപ്പോഴത്തേക്ക് ഇതൊന്ന് ചെറുതായിട്ട് വേവട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ ഞാനൊന്ന് ഇളക്കി നോക്കട്ടെ. ഇതിന് കുറച്ചുകൂടെ വേവാനുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കലക്കി വെച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. അതായത് മല്ലിപ്പൊടി ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതി, തൊട്ട് മുകളിൽ നിൽക്കുന്ന രീതി കണ്ട, ഇങ്ങനെ മതി വെള്ളം. അതൊന്ന് വേവാനുള്ള വെള്ളം അടച്ചു വയ്ക്കുകയാണ്. വീണ്ടും ഒരല്പം തേങ്ങാക്കൊത്തും കൂടി ഇടുകയാണ്. നമ്മളിത് വെന്തിങ്ങനെ ഉടച്ച് കളയരുത്, കഷ്ണമായിട്ട് തന്നെ ഇരിക്കണം, പക്ഷെ വേവണം നന്നായിട്ട്. ഇനി വേവണം അത്. വീണ്ടും ഞാൻ അടച്ചു വയ്ക്കുകയാണ്. ഇപ്പം നമുക്ക് ഉപ്പ്, എരിവ് ഒക്കെ നോക്കാം. നല്ല വാസന. ഇവിടെ ക്യാമറമാൻ പറയുന്നു വാസന, ഭയങ്കര വാസന, മട്ടൻ്റെ മണമെന്നൊക്കെ പറയണം. നല്ല സ്വാദുമുണ്ട് കേട്ടോ. ഒന്നും കൂടെ വേവട്ടെ പക്ഷേ കഷ്ണം. ഇത് വെന്തിട്ടുണ്ട്. നമുക്കിനി ഒരു ടേസ്റ്റ് മേക്കർ എന്ന നിലയ്ക്ക് കുറച്ച് തേങ്ങാപ്പാൽ, വളരെ കുറച്ചേ ഉള്ളൂ, ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഒഴിച്ചു. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിരുന്നു.
തേങ്ങാപ്പാൽ നിർബന്ധമൊന്നുമില്ല ഒഴിക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ചില്ലെങ്കിലും ടേസ്റ്റ് തന്നെയാണ്. ഞാനിത്തിരി തേങ്ങാപ്പാൽ ഒഴിച്ചേക്കാം എന്ന് വിചാരിച്ചു. വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം. ഇതാണ് ചിക്കൻ റോസ്റ്റ്. ശരിക്കും ചിക്കൻ റോസ്റ്റ് പോലത്തെ മണം ആണ്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇത് വേണമെങ്കിൽ കുറച്ചും കൂടെ ഉലത്തിയ പോലെ ആക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ എടുക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. മത്തങ്ങ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ അത് വലിയ ഭംഗിയില്ല കേട്ടോ. പക്ഷെ നേരെ കണ്ടാൽ ശരിക്കും വിചാരിക്കും എന്തോ മട്ടണോ ചിക്കനോ എന്തോ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് തോന്നും. ടേസ്റ്റും നല്ല ടേസ്റ്റാണ്. നല്ല ഈ മസാലയൊക്കെ ഇട്ടപ്പോൾ ശരിക്കും ഇത് വെന്ത് വന്നപ്പോൾ നല്ല വാസന, എന്തോ ഒരു മട്ടൺ കറിയുടെ എന്തോ ഒരു മണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക എന്നെ. ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി. നമസ്കാരം.